യവനിക ഉയരുന്നിവിടെ വിടർന്നൊരു ജീവിത നാടകരംഗം ജനനം തൊട്ടു തുടങ്ങും നാടകമടി. സഹൃദയരെ, കോട്ടയം രംഗവേദി കലാസമിതി അവതരിപ്പിക്കുന്ന ഈ വിഹിതം അവിഹിതം എന്ന നാടകം ഉടനെ ആരംഭിക്കുകയാണ്. നാടകത്തിന്റെ കഥാരചന സംവിധാനം കോട്ടയം പുഷ്പാങ്കദൻ, അതായത് ഈ നിൽക്കുന്ന ഞാൻ. അണ്ണലി റിഹേഴ്സൽ ക്യാമ്പിൽ കിടന്ന് ഡയലോഗ് പറയണോ? നാടകം തട്ടേക്കായിരുന്നു എനിക്ക് വന്നില്ല. 3 മാസമായി നാടകത്തിന്റെ റിഹേഴ്സൽ തുടങ്ങിയിട്ട്. ഇതുവരെ 3 കരിയും തീർന്നു, 2 സെപ്റ്റി ടാങ്ക് നിറഞ്ഞു. ഈ നാടകം ഇതുവരെ ഒന്നും ആയിട്ടില്ല. അണ്ണൻ എന്തിനാണ് എന്നെ നോക്കി പറയണത്? എടാ, നിന്റെയൊക്കെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേടാ ഇന്നലെ 8ാമത്തെ നടി ഓടിപ്പോയത്. അങ്ങനെ പറഞ്ഞു കൊടുക്കണ. നീ കുളിമുറി നോക്കിയിട്ടല്ലേടാ അവൾ ഓടിപ്പോയത്. അണ്ണാ നാടകത്തിന് സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കണ്ടേ? എടാ, കുളിച്ചോണ്ടിരിക്കുമ്പോ കുളിമുറി കയറി നോക്കിയിട്ടാണോടാ നീ സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കുന്നത്? അണ്ണാ അത് പോട്ടെന്ന് വെക്കാം. അത് കുഴപ്പമെന്ന് പറഞ്ഞാൽ പിന്നെ അവൻ ഒരു സോറി കൂടി പറഞ്ഞേക്കുന്നത്. അതെന്തിനാടാ നീ സോറി പറഞ്ഞത്? അണ്ണാ ബേസിക് മാനേഴ്സ് അതൊക്കെ നിന്നെ കൊണ്ടോടെ. ഈ നേരെ നടക്കാൻ പറ്റാത്തവനെയൊക്കെയാണ് ഞാൻ പിടിച്ച് വില്ലനാക്കി വെക്കുന്നത്. എടാ, സ്ഥലകാല ബോധമില്ലാത്തവനെ ഈ കത്തിയും പിടിച്ച് എന്തിനാണ് എപ്പോഴും തേരാപ്പാര നടക്കുന്നത്? കത്തിലെ ഞാൻ വില്ലനാന്ന് പറയുന്നില്ല ചേട്ടാ, അതുകൊണ്ട്. അയ്യോ, എന്നെ കളിയാക്കരുത്. ഞാൻ നിങ്ങൾക്ക് ആർക്കും പറ്റാത്തൊരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. എന്താടാ നീ അഭിനയം നിർത്തിയ? ഞാൻ ഒരു നടിയെ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മുടെ നാടകത്തിന്റെ സ്റ്റാൻഡേർഡിന് പറ്റിയ നടിയൊക്കെ തന്നെ. അണ്ണന്റെ സ്റ്റാൻഡേർഡിന് പറ്റിയ നടി തന്നെ. അണ്ണൻ ബാഹുബലി നല്ല പിടിക്കണേ. അണ്ണാ നടീനെ പറ്റി പറ. നടി ഐശ്വര്യ റായ് തോറ്റുപോകും. അഭിനയം അതിനുമപ്പുറം. ഓ, നിങ്ങൾ ബിൽഡപ്പ് കൊടുക്കാതെ നടീനെ വിളിക്കട്ടാ? വിളിക്കടാ മോളുട്ടി. നളദമയന്തി കഥയിലെ അരയെന്നും പോലെ കുണുങ്ങി കുണുങ്ങി പോകും പെണ്ണെ പൂവിഴിയാളേ മലവിഴിയാളേ. നടി സൂപ്പർ. അണ്ണാ ഒരു മതി അണ്ണാ. ഞാൻ പേര് ചോദിക്കട്ടെ? ചോദ്യം. കുട്ടി എന്താ കുട്ടിയുടെ പേര്? എന്റെ പേര് ഇന്ദു. എന്റെ എന്താ നീ ലോകം മൊത്തം കറങ്ങിയിട്ട് ഇങ്ങനത്തെ ഒരു ലോക തോൽവിയാണോടാ കിട്ടിയത്? അണ്ണൻ ഞാൻ പറയുന്നത് വിശ്വസിക്ക്. അണ്ണന്റെ സ്റ്റാൻഡേർഡിന് പറ്റിയ നായിക അത്. അല്ലണ്ണാ, ഇതിൽ ആരെന്റെ നായകൻ? ലോ ലവൻ. ഇതുവരെ ഞാൻ ഇനി വേണം മാറ്റി. വേണ്ട, നിനക്ക് പറ്റിയ ഒരു നായിക ഇപ്പോഴാ കിട്ടിയത്. ഇവള് തന്നെ നിന്റെ നായിക ഫിക്സഡ്. അനിയ, ഈ നാടകത്തിന്റെ നായകൻ നീ. ശരിക്കും വേണ്ട. അല്ലണ്ണാ, എന്തിരി എന്റെ ക്യാരക്ടർ? ക്യാരക്ടറിനെ പറ്റി പറയുമ്പോഴാണ് അന്തപുരത്തിലെ പതിവൃതയായ ഒരു അന്തർജനമാണ് കുട്ടി. വാ, അപ്പൊ എന്നെ മനസ്സിൽ നിരീക്ഷിച്ച ക്യാരക്ടർ തന്നെ. എല്ലാരോടും കൂടി ഒരു കാര്യം പറയണ. എല്ലാരും ഇങ്ങോട്ട് വന്ന ഈ തൊട്ടും പിടിച്ചുള്ള അഭിനയത്തിനൊന്നും എന്നെ കിട്ടൂല. പിന്നെ മോട്ട കാണിക്കാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ചേവളക്കിട്ട് കയറി. അതിന് ഏരിയ എല്ലാരും വരുമെന്ന് തോന്നുന്നില്ല. അണ്ണ സമാധാനപ്പെടണ്ണ, നമുക്ക് പൂജ തുടങ്ങണ്ടേ? നീ തേങ്ങ എടുത്തോണ്ട് വാടാ. പിടി അണ്ണ. ദൈവമേ, വേദിയായ വേദികളിൽ എന്റെ നാടകം കത്തിപ്പടരണേ. ഉറപ്പായിട്ടും കത്തുവണ്ണ. ഇപ്പൊ തന്നെ കത്തിക്കണ്ണ വേഗം. അയ്യോ, എന്റെ നാടകത്തിന്റെ പൂജ. എന്റെ കർപ്പൂരത്തിൽ ഒന്ന് വീഡിയോ എത്തിയ തരാറാണോ? എന്റെ അച്ഛൻ നല്ല ബെസ്റ്റ് ഫാമിലി. അണ്ണ ഞാൻ തേങ്ങ എന്ത് ചെയ്യണം? അവന്റെ നെറുകും നല്ല തേങ്ങ പൊട്ടിക്കടാ. വീട്ടിൽ ചമ്മന്തിരിക്കാൻ തേങ്ങ പൊട്ടിക്കില്ല. അണ്ണ എന്ത് കുന്തമാണ്. എന്തെങ്കിലും ആട്ടെ, നമുക്ക് നാടകത്തിന്റെ റിഹേഴ്സൽ തുടങ്ങാം. ഡേയ് നായക, ഒന്ന് സഹകരിക്കണം. അവിടെ പോയി നിൽക്ക്. ഡേയ് വില്ല, നിനക്ക് ഇന്നോട്ട് ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. നീയാണ് ഈ കുട്ടിയുടെ അച്ഛൻ. അതെ, അച്ഛനായിട്ട് ഞാൻ ഇവിടെ ഉള്ളപ്പോ അവൾക്ക് വേറെ തന്നെ കൊടുക്കണം. നീ എന്റെ പുണ്യായിട്ട് ഈ നാടകത്തിന്റെ ഡയലോഗാണ്, സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുത്താണ്. നാടകത്തിലെ തന്ത. നാടകം ജീവിതം. സോറി. കുഴപ്പമില്ല, മര്യാദയുള്ള മനുഷ്യനാണ്. അപ്പം അച്ഛൻ മെല്ലെ ഉമ്മറത്തേക്ക് നടന്ന് വരുന്നു. ചേട്ടാ, എന്താ ചേട്ടാ? അച്ഛൻ നടന്നു വന്നു. അച്ഛാ, ഈ അച്ഛൻ ചേട്ടാ നാടകത്തിലെ അച്ഛനാണ് ചേട്ടാ. അഭിനയം, കഥാപാത്രം, സ്ക്രിപ്റ്റ്. സോറി. കുഴപ്പമില്ല, പുള്ളിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. ഉമ്മറത്തേക്ക് നടന്നു വന്നിട്ട് അകത്തേക്ക് നോക്കി മോളെ എന്ന് വിളിക്കുന്നു. മോളെ നല്ല എന്താ അച്ഛാ? ഡയലോഗ് പറഞ്ഞു. നീയും വാസുവുമായിട്ടുള്ള ചുറ്റികളി ഞാൻ അറിഞ്ഞു. എന്റെ കൊക്കിൽ ജീവനുള്ളിടത്തോളം ഞാൻ സമ്മതിക്കില്ല.
ആ കൊക്കിനെ ഞാൻ അങ്ങ് കൊന്നു കളഞ്ഞാലോ? നടാ പറയടാ. ഞാൻ നായകൻ. നായകൻ നീ? എടാ നീ തന്നെ നായകൻ. ആ കൊക്കിനെ ഞാൻ അങ്ങ് കൊന്നു കളഞ്ഞാലോ? ആ കുറുക്കനെ ഞാൻ കൊന്നു കളഞ്ഞാണ്. എടാ കുറുക്കനല്ലടാ കൊക്കിനെ ഞാൻ അങ്ങ് കൊന്നു കളഞ്ഞാലോ? ആ കുക്കിനെ ഞാൻ കൊന്നു കളഞ്ഞാണ്. എടാ കൊക്കിനെ അല്ലടാ കൊക്കിനെ ഞാൻ അങ്ങ് കൊന്നു കളഞ്ഞാലോ? ആ കൊക്കിനെ ഞാൻ കൊന്നു കളഞ്ഞാണ്. ഇനി ഒരു വട്ടം ഇവിടെ ശരിയാക്കില്ല നിന്നെ ഞാൻ കൊന്നു കളയും. ആ കൊക്കിനെ ഞാൻ അങ്ങ് കൊന്നു കളഞ്ഞാലോ? ആ കൊക്കിനെ ഞാൻ അങ്ങ് കൊന്നു കളഞ്ഞാലോ? കറക്റ്റ്. ഒപ്പിച്ചു. അപ്പൊ കുട്ടി, ഞങ്ങളുടെ ആത്മാർത്ഥമായ കൊക്കിനെ കൊല്ലാൻ ഞാൻ നിന്നെ സഹായിക്കാം. അണ്ണാ എന്റെ പൊന്നിയേട്ട ഇത് നാടകമാണ്. ഓ സോറി, ഇയാൾ അഭിനയിച്ചാണോ? ഇയാൾ അഭിനയിച്ച മനസ്സിലായില്ല, സോറി. അത് കണ്ടാ മനസ്സിലാവുകയല്ല. സോറി. അപ്പൊ കുട്ടി, ആ ഞങ്ങൾ തമ്മിൽ ആത്മാർത്ഥമായ പ്രേമബന്ധത്തിലാണ് അച്ഛാ. ഞങ്ങൾ തമ്മിൽ ആത്മാർത്ഥമായ പ്രേമബന്ധത്തിലാണ് അച്ഛാ. ഞങ്ങൾ തമ്മിൽ മുടിഞ്ഞ പ്രേമാണ്. മുടിഞ്ഞ പ്രേമാണ് നീ. എന്തോന്നടേ ഇത്? ഞാനത് സമ്മതിക്കില്ല. നീ അത് സമ്മതിക്കരുത്. നായകന്റെ ഡയലോഗ് എന്തുവായിരുന്നേ? ഞങ്ങളുടെ അനർഘ നിർക്കളമായ പ്രേമത്തെ തോൽപ്പിക്കാൻ ഇവിടെ ആർക്കുമാകില്ല അച്ഛാ, ആർക്കുമാകില്ല. ഞങ്ങളുടെ അനർഘ നിർക്കളമായ പ്രേമത്തിനെ തൊടുക്കാൻ ആർക്കുമാവില്ല അച്ഛാ. എന്തോന്നടാ ഇതൊന്ന് നിർത്തി പറ. ഞങ്ങളുടെ അനർഘ നിർക്കളമായ പ്രേമത്തെ ഞങ്ങളുടെ അനർഘ നിർഗമായ പ്രേമത്തെ തോൽപ്പിക്കാൻ ആർക്കുമാവില്ല അച്ഛാ. നാടകം പൊളി കേട്ടോ അണ്ണാ. എന്താണ് അണ്ണാ? ഞാൻ പറയണ. ഞാൻ പറയാം. നീ പറ. പറയണ. ഞങ്ങളുടെ അനർഘ നിർഗളമായ പ്രേമത്തെ തോൽപ്പിക്കാൻ ആർക്കുമാവില്ല അച്ഛാ, ഞങ്ങളുടെ അനർഗള നിർഗളമായ പ്രണയത്തെ തോൽപ്പിക്കാൻ ആർക്കുമാവില്ല അച്ഛാ. നീ തന്നെ എന്റെ നാടകത്തിലാണ്. നീ വന്ന് അയ്യോ അങ്ങനെ പിണങ്ങി പോലെ. നീ തന്നെ എന്റെ നാടകത്തിന്. ഞാനോ? നീ പോയി ആ ബൾബ് കത്തിക്കടേ. അപ്പൊ നീ പറയേണ്ട കാര്യം ഇത്രയും പറഞ്ഞാ മതി. ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണ്. അവനെ കൊണ്ട് അതൊക്കെ പറ്റുള്ളൂ. അപ്പോ കുട്ടി ഉമ്മറത്തേക്ക് വന്ന് ഛർദിക്കുന്നു. എന്ത് പറ്റി മോളെ? കാലത്ത് ചക്കപ്പുഴുക്ക് കഴിച്ചത് വയറ്റി പിടിച്ചില്ല. എന്റെ പൊന്നിയേട്ടാ നാടകമാണ്. ഓ ജീവിതമാണ്. സോറി, സ്ക്രിപ്റ്റാണ്. അപ്പൊ കുട്ടി ഇവിടെ വന്നിട്ട് ഞാൻ 2 മാസം ഗർഭിണിയാണ് അച്ഛാ. ഞാൻ 2 മാസം ഗർഭിണിയാണ് അച്ഛാ. പുള്ളിക്ക് എന്റെ ആ കഥയുടെ ഡെപ്ത് മനസ്സിലായിട്ട്. ചേട്ടാ ഇതേപോലെ ശ്രദ്ധിച്ചിരിക്കണ ചേട്ടാ. അപ്പൊ നീ ചോദിക്കുന്നു ആരാണ് അതിന്റെ ഉത്തരവാദി? എനിക്ക് പറയണം. ഇവളുടെ ഗർഭത്തിന്റെ ഉത്തരവാദി ഞാൻ. അപ്പൊ അവളുടെ വയറ്റിൽ കിടക്കുന്ന പുഴുവിനെ തന്നെ നീയാടാ. പുഴുവല്ലടാ, പുള്ള. എന്താണ് എന്റെ പേര്? കുഞ്ഞു. ചേട്ടാ ഇത് നാടകമാണ് ചേട്ടാ, നാടകമാണ്. ഒന്ന് എടി പുള്ളിക്ക് ഒരു തന്തേ വേണ്ടി. ആണോ? ഞങ്ങൾ കെട്ടിനെ വേണ്ട. വേണോ? ഇവ മതി. എന്താ ഇത് നാടകം? നാടകം നടത്തി തരാ. ഇന്ദു നില്ലേ. എന്റെ നാടകം നായകൻ എല്ലാം പോയല്ലോ. കൊച്ചിന്റെ തന്ത ഞാനാണ്. നീയാണോ കൊച്ചിന്റെ തന്ത?